നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലബാർ ക്യാൻസർ സെൻറ്റർ പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ്, റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ്, ബയോമെഡിക്കൽ ടെക്നീഷ്യൻ തുടങ്ങിയ നിരവധി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗമായാണ് നിയമനം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വീഡിയോയിൽ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം. മലബാർ ക്യാൻസർ സെൻറ്റർ വിവിധ തസ്തികകളിലായി 17 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ തസ്തികയിലും വരുന്ന ഒഴിവുകൾ നോക്കാം. പോസ്റ്റ് നെയിം ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ, നമ്പർ ഓഫ് വേക്കൻസീസ് 1, പ്രൊഫസർ മെഡിക്കൽ ബയോകെമിസ്ട്രി 1, സ്റ്റാഫ് നേഴ്സ് 2, ബയോമെഡിക്കൽ ടെക്നീഷ്യൻ 1, റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് 5, റെസിഡൻറ്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് 1, പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റ് 5, റെസിഡൻറ്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ 1. ഏജ് ലിമിറ്റ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ, പ്രൊഫസർ മെഡിക്കൽ ബയോകെമിസ്ട്രി 50, ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ 35, സ്റ്റാഫ് നേഴ്സ് 35, ബയോമെഡിക്കൽ ടെക്നീഷ്യൻ 35, റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് 30, റെസിഡൻറ്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് 30, പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റ്, റെസിഡൻറ്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ 30. ക്വാളിഫിക്കേഷൻ ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ, BSc ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ആൻഡ് DMRIT, പ്രൊഫസർ മെഡിക്കൽ ബയോകെമിസ്ട്രി, MSc മെഡിക്കൽ ബയോകെമിസ്ട്രി വിത്ത് PhD, സ്റ്റാഫ് നേഴ്സ്, ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM, BSc നേഴ്സിംഗ്, ബയോമെഡിക്കൽ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് BTech ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ്, BSc നേഴ്സിംഗ്, GNM, പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി, റെസിഡൻറ്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ്, BSc MLT, പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റ് +2, റെസിഡൻറ്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഗ്രാജുവേറ്റ് ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. സാലറി ഡീറ്റെയിൽസ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ 60,000, പ്രൊഫസർ മെഡിക്കൽ ബയോകെമിസ്ട്രി 50,000, സ്റ്റാഫ് നേഴ്സ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ 25,000, റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് 20,000, റെസിഡൻറ്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് 17,000, പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റ് 10,000, റെസിഡൻറ്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ 8,000. ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. സെലക്ഷൻ, ഇൻ്റർവ്യൂ, എഴുത്തു പരീക്ഷ. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. സെപ്റ്റംബർ 24 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി അപേക്ഷിക്കണം. അവിടെ ചോദിച്ചിരിക്കുന്ന മുഴുവൻ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ ഫോമും പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അംഗനവാടി വർക്കർ, ഹെൽപ്പർ, സൈക്കോളജിസ്റ്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൗണ്ടൻറ്റ്, ഗസ്റ്റ് ലെക്ചറർ, ജൂനിയർ ഇൻസ്ട്രക്ടർ തുടങ്ങി വിവിധ തസ്തികകളിലേക്ക് നിയമനാവസരം. അംഗനവാടികളിൽ ഒഴിവ്. ഹരിപ്പാട് ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിലവിൽ ഒഴിവുള്ളതും അടുത്ത 3 വർഷത്തിനിടയിൽ ഉണ്ടാകാനിടയുള്ളതുമായ വർക്കർ, ഹെൽപ്പർ തസ്തികകളിൽ അപേക്ഷിച്ചു. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർക്ക് 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികകളിൽ അപേക്ഷിക്കുന്നവർ 7ാം ക്ലാസ് പാസ്സായവരും എന്നാൽ 10ാം ക്ലാസ് പാസ്സാകാത്തവരുമായിരിക്കണം. പ്രായം 18 തൊട്ട് 46 വയസ്സ് വരെ. അപേക്ഷകൾ ഒക്ടോബർ 5 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ഹരിപ്പാട് റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന ശിശുവികസന പദ്ധതി ഓഫീസിൽ നൽകണം. പെയിൻറ്റിംഗ് അധ്യാപക ഒഴിവ്. മാവേലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പെയിൻറ്റിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള 2 അധ്യാപക തസ്തികകളിൽ 2024-25 അധ്യയന വർഷത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം 25-ന് രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. സൈക്കോളജിസ്റ്റ് ഒഴിവ്. വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ട്രസ്റ്റിൻ്റെയും സംയുക്ത അഭിമുഖത്തിൽ എറണാകുളം ജില്ലയിൽ എടക്കാട്ട് വലയിൽ പ്രവർത്തിക്കുന്ന തേജോമയ ആഫ്റ്റർ കെയർ ഹോമിലേക്ക് സൈക്കോളജി തസ്തികയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത സൈക്കോളജിയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം. ബയോഡാറ്റ അയക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു.
അവസാന തീയതി സെപ്റ്റംബർ 27. കൂടുതൽ വിവരങ്ങൾക്ക് 9567913985. ട്രേഡ്സ്മാൻ നിയമനം. തൃശ്ശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ MCA വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ തസ്തികയിൽ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സെപ്റ്റംബർ 24 പരീക്ഷ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൗണ്ടൻറ്റ് നിയമനം. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ NHM കീഴിൽ വിവിധ അർബൻ HWCകളിൽ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൗണ്ട് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള BCom ബിരുദം, PGDCA, ടാലി അറിയുന്നവർക്കും മുൻഗണന ലഭിക്കും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ ജനനത്തീയതി, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുടെ പകർപ്പും ബയോഡേറ്റയും മൊബൈൽ നമ്പർ, ഇമെയിൽ ഐഡി സഹിതം സെപ്റ്റംബർ 28 വൈകിട്ട് 5 ആരോഗ്യ കേരളം തൃശ്ശൂർ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗസ്റ്റ് ലെക്ചർ ഒഴിവ്. അട്ടപ്പാടി രാജീവ് ഗാന്ധി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഒരു അതിഥി അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം, നെറ്റ് PhD ആണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 27 രാവിലെ 11 അസൽ രേഖകളും കോപ്പികളുമായി പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. സെപ്റ്റംബർ 23 മുമ്പായി ബന്ധപ്പെട്ട രേഖകൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന മെയിൽ ID സ്കാൻ ചെയ്ത് അയക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ മുൻകൂറായി തൃശ്ശൂർ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. താൽക്കാലിക ഒഴിവ്. കുറുമാത്തൂർ ഗവൺമെൻറ് ITയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ ഒഴിവുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. പ്രസ്തുത ട്രേഡിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ NCTയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. യോഗ്യതയുള്ള മുസ്ലിം വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 24 രാവിലെ 10:30 പന്നിയൂർക്കുന്നത്തെ ITI ഓഫീസിൽ ഹാജരാകണം. മുസ്ലിം വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ജനറൽ വിഭാഗത്തിലെ മറ്റുള്ളവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0460222545 9497639626. കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. മൾട്ടി ടാസ്കിംഗ് ഓഫീസർ MTO ഒഴിവൊന്ന്. യോഗ്യത ബിരുദം, DCA ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പിംഗ് കഴിവ്, പരിചയം 5 വർഷം. പ്രായപരിധി 35 വയസ്സ്. ശമ്പളം 22,000 രൂപ. സയൻസ് കണ്ടൻറ് റൈറ്റർ SCW ഒഴിവൊന്ന്. യോഗ്യത MSc എർത്ത് എൻവയൺമെൻറ്റ് സയൻസ്, പരിചയം 2 വർഷം. പ്രായപരിധി 45 വയസ്സ്. ശമ്പളം 75,000 രൂപ മുതൽ. കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ ഒഴിവൊന്ന്. യോഗ്യത എൻവയൺമെൻറ്റൽ ലോ ആൻഡ് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ്, പരിചയം 2 വർഷം. പ്രായപരിധി 50 വയസ്സ്. ശമ്പളം 1,25,000 രൂപ മുതൽ. കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ഒഴിവൊന്ന്. യോഗ്യത പെട്രോളിയം എഞ്ചിനീയറിംഗ്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ MTech, പരിചയം 2 വർഷം. പ്രായപരിധി 50 വയസ്സ്. ശമ്പളം 1,25,000 രൂപ മുതൽ. കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ ഒഴിവൊന്ന്. യോഗ്യത എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ MTech, പരിചയം 2 വർഷം. പ്രായപരിധി 50 വയസ്സ്. ശമ്പളം 1,25,000 രൂപ. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപേക്ഷാ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സെപ്റ്റംബർ 30 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക. PSC വാർത്തകൾ. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഫിസിക്കൽ ടെസ്റ്റും ശാരീരിക അളവെടുപ്പും. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വകുപ്പിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ 188/2023, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി കാറ്റഗറി നമ്പർ 187/2023, 614/2022 വിശ്വകർമ്മ, 615/2022 പട്ടികവർഗം തസ്തികയുടെ ചുരുക്ക പട്ടികയിലുള്ളവർക്ക് 24, 25, 26, 30 ഒക്ടോബർ 1, 3, 4 തീയതികളിൽ തിരുവനന്തപുരം പേരൂർക്കട SAP പരേഡ് മൈതാനം, കൊല്ലം ശ്രീനാരായണ കോളേജ് ഗ്രൗണ്ട്,
എറണാകുളം ചോറ്റാനിക്കര ഗവൺമെൻറ് VHS ഗ്രൗണ്ട്, മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ട്, കോഴിക്കോട് പൂവാറ്റുപറമ്പ് പെരുവയൽ സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ രാവിലെ 5:30 ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും. പോലീസ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്മ്യൂണിക്കേഷൻസ് പട്ടികവർഗം കാറ്റഗറി നമ്പർ 268/2023 തസ്തികയിലേക്ക് 25 രാവിലെ 5:30 മുതൽ തിരുവനന്തപുരം പേരൂർക്കട SAP പരേഡ് മൈതാനത്ത് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും. വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം PSC ആസ്ഥാന ഓഫീസിൽ പ്രമാണ പരിശോധന നടത്തും. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ, യോഗ്യത എന്നിവയുടെ അസൽ രേഖകൾ സഹിതം ഹാജരാകണം. അഭിമുഖം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻഫർമേഷൻ ടെക്നോളജി കാറ്റഗറി നമ്പർ 726/2021 തസ്തികയിലേക്ക് 25, 26, 27 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ അഭിമുഖം നടത്തും. ഫോൺ നമ്പർ 04712546 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ എക്കണോമിക്സ് ജൂനിയർ കാറ്റഗറി നമ്പർ 590/2022 തസ്തികയിലേക്ക് 25, 26, 27 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ അഭിമുഖം നടത്തും. OMR പരീക്ഷ കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ക്ലാർക്ക് കാറ്റഗറി നമ്പർ 503/2023 തസ്തികയിലേക്ക് 28 ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:30 വരെ OMR പരീക്ഷ നടത്തും. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ, KTDCയിൽ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ, വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 40/2023, 252/2023, 672/2023 തസ്തികയിലേക്ക് സെപ്റ്റംബർ 30 രാവിലെ 7:15 മുതൽ 9:15 വരെ OMR പരീക്ഷ നടത്തും. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവൻ സാധ്യത പട്ടിക പ്രസിദ്ധീകരിച്ച് PSC. തിരുവനന്തപുരം PSC കേരളത്തിലെ സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചു. PSCയുടെ വെബ്സൈറ്റിലും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും വിശദവിവരങ്ങൾ ലഭ്യമാണ്. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിൽ ആദ്യമായാണ് PSC തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. വർഷങ്ങളായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും അല്ലാതെയുമാണ് ഈ തസ്തികയിലെ നിയമനങ്ങൾ നടത്തിയിരുന്നത്. 1000-ഓളം ലാസ്റ്റ് ഗ്രേഡ് ഒഴിവുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നിലവിലുണ്ടെന്നാണ് വിവരമെങ്കിലും ഇതുവരെ PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ വളരെ കുറച്ചു മാത്രമാണ്. MG, കണ്ണൂർ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ്, കാലിക്കറ്റ് അഗ്രികൾച്ചർ, ശ്രീ ശങ്കരാചാര്യ, കുഫോർട്സ് ഹെൽത്ത് സയൻസ് സർവകലാശാലകൾ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള സർവകലാശാലയിൽ ഇതുവരെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിൽ ഒഴിവുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷകർ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന തസ്തികയാണിത്. മെറിറ്റും സംവരണവും അട്ടിമറിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിയമനമാണ് സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിൽ ഭൂരിഭാഗവും നടക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമായിരുന്നു. പലപ്പോഴായി ഇങ്ങനെ നിയമിക്കപ്പെട്ട പലരും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നിയമനം PSC ഏറ്റെടുത്ത ശേഷം ഇത്തരം സ്ഥിരപ്പെടുത്തൽ നീക്കങ്ങൾ സജീവമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. നിയമനം PSCക്ക് വിട്ട തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതും താൽക്കാലിക നിയമനം നേടിയവരെ സ്ഥിരപ്പെടുത്തുന്നതും നിയമനിഷേധമാണ്. വിവിധ സർവകലാശാലകളിലായി ഈ തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തതെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.